പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ സാക്ഷിയായി നിർത്തിയതിന് ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഗിൽഡ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2020 ജനുവരി 15-നാണ്. ഉടമ്പടിയുടെ ഫലമായി അനേകം ആത്മീയ നന്മകളും ഭൗതിക നന്മകളും ലഭിച്ചിട്ടുണ്ട്. എല്ലാ ഭൗതിക നന്മകളെക്കാളും ആത്മീയ നന്മകൾക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അതായത് എപ്പോഴും പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്നുള്ള ഒരു അമ്മയുടെ സാന്നിധ്യത്തിനും ബോധമനസ്സിൽ എപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ് എന്നുള്ള ചിന്തയ്ക്കും ഇത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി അർപ്പിക്കുന്നു. 2019 ഞങ്ങളുടെ വീട് പണിയോടനുബന്ധിച്ച് ഞങ്ങൾക്ക് കുറച്ച് കടമുണ്ടായിരുന്നു. പ്രധാന കടം ഞങ്ങളുടെ ഹൗസ് ലോണായിരുന്നു. 20 വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ട ഹൗസ് ലോണായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നിയോഗം കൂടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കടബാധ്യത മാറ്റിത്തരണേ മാതാവേ എന്ന്. ആ സമയത്ത് ഞങ്ങൾക്ക് KSF-യിൽ ഒരു ചിട്ടി ഉണ്ടായിരുന്നു, ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടി. 400 പേര് ഉള്ള മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ്. അതിൽ 7ാമത്തെ അവധി അന്നുണ്ടായിരുന്ന ഒരു ചെറിയ ചിട്ടിക്ക് മാതാവ് ഞങ്ങൾക്ക് തരികയും ഈ ഹൗസ് ലോൺ ഒഴികെയുള്ള മറ്റ് കടബാധ്യതകൾ അതിൽ സെറ്റിൽ ചെയ്യാനും സാധിച്ചു. അപ്പം ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ കുറച്ചുകൂടെ ധൈര്യം വന്നു. എങ്ങനെയെങ്കിലും ഈ വലിയൊരു ഹൗസ് ലോണ് ഒഴിവാക്കി കിട്ടാൻ വലിയൊരു ചിട്ടിയിൽ ചേർന്നാലോ എന്നൊരു ചിന്ത വന്നു. അത് അമ്മയുടെ ഉടമ്പടിയുടെ ഒരു ബലം മാത്രമായിരുന്നു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശ് രൂപം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ചിട്ടിക്ക് ചേർന്നു. അമ്മയോട് അപ്പോഴേ പറഞ്ഞിരുന്നു, ചിട്ടിയും ഹൗസ് ലോണും മറ്റ് അടവുകളും എല്ലാം കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അമ്മ ഏതുവരെ കൊണ്ടുപോകുമോ അതുവരെ ഞങ്ങൾ എത്തിക്കും, എവിടെ വീഴുന്നോ അവിടെ വെച്ച് നിർത്താം. അങ്ങനെ അമ്മയോട് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 100 തവണകളുള്ള ആ ചിട്ടി 4ാമത്തെ ആഴ്ച 4ാമത്തെ മാസം ഞങ്ങൾക്ക് നറുക്ക് കിട്ടി. അത് അമ്മയുടെ വലിയൊരു ഇടപെടലായിരുന്നു. ചിട്ടി കിട്ടി കഴിഞ്ഞപ്പോൾ ആ തുക കൈപ്പറ്റുന്നതിന് ജാമ്യം കൊടുക്കണമല്ലോ. അന്ന് ഞങ്ങളുടെ കയ്യിൽ ജാമ്യം കൊടുക്കാനായിട്ട് യാതൊന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ആധാരം ഹൗസ് ലോണിന് കൊടുത്തിരിക്കുകയായിരുന്നു. അവിടെയും അമ്മ അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചു. ഹസ്ബൻഡിൻ്റെ പപ്പ ഹസ്ബൻഡിന് കിട്ടേണ്ട ഷെയർ എഴുതി കൊടുത്തു. അത് വലിയൊരു ഇടപെടലായിരുന്നു അമ്മയുടെ. കാരണം ഇതുവരെയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്ക് പപ്പ ഷെയർ കൊടുത്തിട്ടില്ല. ഏറ്റവും ഇളയ മകനായിട്ട് പോലും ഞങ്ങൾക്ക് മാത്രമാണ് ഷെയർ തന്നത്. അത് അമ്മയുടെ വലിയൊരു ഇടപെടൽ തന്നെയായിരുന്നു. ആ ആധാരം ജാമ്യമായിട്ട് കൊടുത്ത് ചിട്ടിത്തുക കൈപ്പറ്റുകയും ആ ചിട്ടിത്തുക കൊണ്ട് ഞങ്ങളുടെ ഹൗസ് ലോൺ ക്ലോസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 20 വർഷം കൊണ്ട് ഞങ്ങൾ അടച്ചു തീർക്കേണ്ട ഹൗസ് ലോണ് 8 വർഷത്തെ ഒരു ചിട്ടിയിലേക്ക് മാതാവ് ഞങ്ങളെ ഒതുക്കി വലിയൊരു സെറ്റിൽമെൻറ്റ് ചെയ്തു തന്നു. അമ്മയുടെ വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. മറ്റൊരു സാക്ഷ്യം, ഞാനൊരു ടീച്ചറാണ്. കോവിഡിൻ്റെ 2ാമത്തെ വാക്സിനേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ബോഡി വല്ലാതെ വീക്കായി, വല്ലാത്ത ക്ഷീണമായിരുന്നു. ക്ഷീണമെന്ന ഒരു വാക്കുകൊണ്ട് ഒതുങ്ങുന്നതായിരുന്നില്ല എൻ്റെ ക്ഷീണം. അത്രയ്ക്കും ഞാൻ ടയേർഡായിപ്പോയി. എനിക്ക് 2 ചുവട് വെച്ച് നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. 2 ചുവട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യണമായിരുന്നു. ആ സമയത്ത് കോവിഡിനോടനുബന്ധിച്ച് ക്ലാസ്സൊക്കെ ഓൺലൈനാക്കി. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നും എടുക്കാൻ വയ്യായിരുന്നു. കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ എൻ്റെ തലയൊക്കെ പെരുക്കും, എൻ്റെ ബോഡിയും ഫുള്ള് വിറയ്ക്കും. അല്പം പോലും എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് ഞാൻ കരഞ്ഞു. അമ്മയും ഈശോയും കൂടെ എനിക്ക് തന്ന ജോലിയാണ്, അത് ഉത്തരവാദിത്വത്തോടെ ചെയ്യാനുള്ള കൃപ എനിക്ക് തരണം. ഒരു ടീച്ചറിന് സംസാരിക്കാതെ എങ്ങനെയാണ് ജോലി ചെയ്യാൻ സാധിക്കുക? അങ്ങനെ അത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അതിൽ വെച്ച് നിയോഗമായിട്ട് വെച്ചിരുന്നു. മാതാവോടെ വളരെ അത്ഭുതകരമായിട്ട് ഇടപെട്ടു. സ്കൂൾ തുറന്നപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാനും സാധാരണഗതിയിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എന്നാലാവും വിധം ക്ലാസ് എടുക്കാനൊക്കെ എനിക്ക് സാധിച്ചു. ആ ഭയങ്കരമായ ഒരു അവസ്ഥയിൽ നിന്ന്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്, അനുഭവിച്ച് എനിക്ക് മാത്രമേ അറിയാവൂ അതെന്തായിരുന്നു എൻ്റെ ബോഡിയുടെ അവസ്ഥയെന്ന്. എൻ്റെ ദൈവത്തിനും എനിക്ക് മാത്രമേ അറിയാവൂ. ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ ദൈവം വിടുവിച്ചു. അങ്ങനെ അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ മറ്റൊരു സാക്ഷ്യം, ഞാനൊരു ടീച്ചറാണെന്ന് പറഞ്ഞല്ലോ. അധ്യാപകർക്ക് എല്ലാ വർഷവും ഫിക്സേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, സ്റ്റാഫ് ഫിക്സേഷൻ. കുട്ടികളുടെ സ്ട്രെങ്ത് അനുസരിച്ച് അധ്യാപക തസ്തിക നിർണ്ണയിക്കുന്ന ഒരു സംവിധാനം. ഹൈസ്കൂളിൽ 1:45 എന്നതാണ് റേഷ്യോ. ഈ 45-ൽ ഒരു കുട്ടി കുറഞ്ഞാലും തസ്തിക പുറത്താണ്.
അപ്പോൾ ഈ വർഷത്തെ ഈ തസ്തിക നിർണയ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയായിരുന്നു സ്ട്രെങ്ത് കുറവാണ്, വെളിയിലാണ് എന്നുള്ളതറിയായിരുന്നു. പക്ഷെ അതിൻ്റെ യാതൊരു വിറയലോ ഒരാശങ്കകളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ വളരെ ബോൾഡായിട്ട് തന്നെ വളരെ ധൈര്യത്തോടെ നിന്നു. അതിന് എന്നെ പ്രാപ്തിയാക്കിയത് ഉടമ്പടി മാത്രമാണ്. കാരണം ഞാൻ ഇമോഷണലി വളരെ വീക്കായിട്ടുള്ള ആളാണ്. പെട്ടെന്ന് സങ്കടം വരും, കണ്ണ് നിറയും, ആരുടെ മുമ്പിലായി പോലും ഭയങ്കരമായിട്ട് കരയും. അത്രയ്ക്കും ഇമോഷണലി വീക്കായ ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും എൻ്റെ കണ്ണിൽ വരാതെ ഞാൻ വളരെ ബോൾഡായിട്ട് നിന്നു. എൻ്റെ കൂടെയുള്ള അധ്യാപകരെല്ലാം എന്നെ സഹതാപത്തോടെയും എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുകയൊക്കെ ചെയ്തു. ഞാൻ മാത്രമല്ല, ഒരു കൂട്ടം അധ്യാപകരാണ് പുറത്തായത്, സർക്കാർ സ്കൂളുകളിൽ നിന്ന്, സർക്കാരിൻ്റെ കീഴിലുള്ള അധ്യാപകർ. അപ്പോൾ സീനിയോറിറ്റി ഉള്ളതുകൊണ്ട് പ്രൊട്ടക്ഷൻ എന്നൊരു സംവിധാനം ഞങ്ങൾക്കുണ്ട്. സംരക്ഷിത അധ്യാപകർ എന്നുള്ള ഒരു കീഴിലാണ് പിന്നെ ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ പുനർവിന്യസിക്കും, സർക്കാരിൻ്റെ മറ്റേതെങ്കിലും സ്കൂളുകളിലോ ഏതെങ്കിലും ഓഫീസിലോ ഒക്കെ പുനർവിന്യസിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അത് മറ്റേതെങ്കിലും ജില്ലകളിലോ എവിടെയാണ് കിട്ടുക എന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോഴും ഞാൻ അമ്മയോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് പുതിയ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള ഒരു അവസരം തരണം. കൂടുതൽ യാത്ര ചെയ്യാൻ വയ്യ. ഇത്രയും മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നുള്ളൂ. നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെ തന്നെ ഫിക്സേഷൻ വന്നു. ആ നടപടികളെല്ലാം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ ഞങ്ങൾ കുറേ പേര് പുറത്തായി. സർക്കാർ പുതിയ നിയമനം നടത്തി. അത്ഭുതകരമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ദൂരെയൊക്കെ ആയപ്പോൾ എനിക്ക് കൃത്യം 1 മണിക്കൂർ കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത്, കൃത്യമായിട്ട് പറഞ്ഞാൽ 55 മിനിറ്റ് യാത്ര ചെയ്ത് പുതിയ ജോലി സ്ഥലത്ത് എത്താനുള്ള ഒരു സൗകര്യം മാതാവ് ചെയ്തു തന്നു. എൻ്റെ കൂടെയുള്ളവർക്കും എല്ലാവർക്കും ഒരു അത്ഭുതമാണ്, നിനക്ക് മാത്രം എങ്ങനെ ഇത്ര അടുത്ത് കിട്ടിയെന്നത്. അതിന് എന്നെ സഹായിച്ചത് പരിശുദ്ധ അമ്മ പലരിലൂടെ, പല വ്യക്തികളിലൂടെ സഹായിച്ച് ഇങ്ങനൊരു വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്തതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ മറ്റൊരു സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻ്റെ ഹസ്ബൻഡിന് വളരെ ചെറുപ്പം മുതലേ മൂക്കിലെ മാംസം വളരുന്ന അസുഖം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടൈം ചെയ്തത് 12 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ബോഡി വളരെ വീക്കായി, ഇൻഫെക്റ്റഡായി, വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോൾ അതിനുശേഷം ഇത് കുറച്ചു കാലം ഇങ്ങനെ ഇരിക്കും, പിന്നെയും വീണ്ടും മാംസം വളരും, അകത്തോട്ടാണ് വളരുന്നത്. അപ്പോൾ പിന്നീട് ഓപ്പറേഷൻ ചെയ്യാനൊക്കെ വലിയൊരു പേടിയായിരുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഈ നിയോഗം വയ്ക്കുകയും ഹസ്ബൻഡിൻ്റെ മൂക്കിൻ്റെ ഇരുവശത്തും ഉടമ്പടി തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും തേന് കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വേറൊരു ഡോക്ടറെ ചെന്ന് കാണാനും വളരെ പെട്ടെന്ന് തന്നെ ഒരു സർജറി ഫിക്സ് ചെയ്യാനും സാധിച്ചു. അമ്മ പ്രവർത്തിച്ചത്, അമ്മയുടെ വലിയ അത്ഭുതം ഞാൻ കണ്ടത് സർജറിക്ക് ശേഷമാണ്. സാധാരണ സർജറി കഴിഞ്ഞ് ICUവിൽ കയറി കാണുന്ന സമയത്ത് കോട്ടൺ കൊണ്ട് മൂക്കെല്ലാം സ്റ്റഫ് ചെയ്ത് ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ഓപ്പറേഷന് വേണ്ടി കയറ്റുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണോ ഞാൻ ആളെ കണ്ടത് അതുപോലെ ഇരിക്കുക, അതുപോലെ കിടക്കുകയായിരുന്നു. ഞാൻ ആദ്യം ചിന്തിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു, ബ്ലീഡിങ് ഒട്ടും തന്നെ ഇല്ല, അതുകൊണ്ട് സ്റ്റഫ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല, ഓപ്പറേഷൻ നല്ല സക്സസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അവിടെ അമ്മ അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചു. വളരെ ഈസി ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഓഫീസേഴ്സ് പറഞ്ഞു, ഇൻഷുറൻസ് കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്, എന്നാലും പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഒരു മറുപടി വരുള്ളൂ, മെയിൽ പോയി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മറുപടിയെങ്കിലും വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ പേപ്പറിൻ്റെ പുറത്ത് അമ്മയുടെ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാനവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ആശുപത്രിയുടെ വരാന്തിയിൽ കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി നടന്നു. അവിടുത്തെ സ്റ്റാഫിനും അവിടെ കണ്ട മറ്റ് പേഷ്യൻസിനും ഒക്കെ പത്രവും കൊടുത്തു. ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങുമ്പോൾ ചെറിയ കാശുരൂപം കൂടെയാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ആദ്യമായിട്ട് പത്രം കൊടുക്കുന്നവർക്ക് പത്രം മാത്രമല്ല, പത്രത്തോടൊപ്പം ഒരു കാശുരൂപം കൂടെ കൊടുക്കും അമ്മയുടെ. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റൂമിൽ പോയി ഇരുന്നേ ഉള്ളൂ. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു മറുപടിയെങ്കിലും വരുന്നത് എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലെ റിസപ്ഷനിൽ നിന്ന് കോൾ വന്നു, നിങ്ങളുടെ ക്ലെയിം ആയിട്ടുണ്ട്, ക്യാൻറ്റീൻ ബില്ല് മാത്രം അടച്ചാൽ മതി, 300 രൂപയ്ക്കകത്ത് ഞാൻ ഭക്ഷണം കഴിച്ചതിൻ്റെ ക്യാൻറ്റീൻ ബില്ല് മാത്രമേ ഞാൻ അടയ്ക്കേണ്ടി വന്നുള്ളൂ. അവിടെയും അമ്മ അത്ഭുതകരമായിട്ട് ഇടപെട്ടു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. സർജറിക്ക് ശേഷം ആ മൂക്കിൽ നിന്നെടുത്ത മാംസം അവരെന്നെ കാണിച്ചിരുന്നു, ഒരു ചെറിയ ബോട്ടിലാക്കി. അവിടുത്തെ ആ സ്റ്റാഫിൻ്റെ അനുവാദത്തോടെ തന്നെ
ഞാൻ ഉടമ്പടി തൈലം അതിൻ്റെ പുറത്ത് കുരിശ് വരച്ച ശേഷമാണ് അവർ ബയോപ്സിക്കായിട്ട് അയച്ചത്. ബയോപ്സിയുടെ റിസൾട്ട് വരുന്നത് വരെയും പ്രാർത്ഥനയിലായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല, സാധാരണ ഒരു റിസൾട്ടായിരുന്നു അത്. അപ്പം അവിടെയും അമ്മ അത്ഭുതകരമായിട്ട് ഓരോ സമയത്തും അമ്മ കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവമാണ് കിട്ടുന്നത്. അത് വളരെയധികം കോൺഫിഡൻ്റ് ആക്കും ഞങ്ങളെ. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയും ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് പഴയ സ്കൂളിലെ ആ ടീച്ചർ എന്നുള്ള അവസ്ഥയിൽ കവിഞ്ഞ് മറ്റ് സ്കൂളുകൾ കൂടെ വിസിറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രത്യേക സംവിധാനമാണ്. അപ്പോൾ വേറെ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ മറ്റ് ടീച്ചേഴ്സിനെ കൂടെ കാണാൻ പറ്റും. അവരുമായിട്ട് അടുത്തിടപഴകുമ്പോൾ അവരുടെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അമ്മയെക്കുറിച്ച് പറയാനൊരു അവസരം കിട്ടുന്നുണ്ട്. പത്രം കൊടുക്കാൻ പറ്റും, എൻ്റെ ജീവിത അനുഭവങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു സാധ്യത കൂടെ മാതാവ് തുറന്നു തന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ ക്യാൻസർ പേഷ്യൻ്റാണ്. ഞാനൊരു ദിവസം കാണുമ്പോൾ ടീച്ചർ സംസാരിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടായിരുന്നു. ഹൈ ഡോസ് മരുന്നിൻ്റെ ഭാഗമായിട്ട് അവരുടെ നാവിലൊക്കെ നല്ല പൊള്ളലായിരുന്നു, സംസാരിക്കാനേ പറ്റുന്നില്ല. ഞങ്ങൾ ചായ കുടിച്ചപ്പോൾ ടീച്ചറിന് ചായ കുടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമമായിരുന്നു. ഞാൻ അടുത്ത ദിവസം ഒരു ബോട്ടിൽ തേൻ കൊണ്ടു കൊടുത്തു ടീച്ചറിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ടീച്ചറിനെ കാണുന്നത്. അപ്പോൾ ടീച്ചർ എന്നോട് സന്തോഷത്തോടെ വന്ന് പറഞ്ഞു, ടീച്ചർ തന്ന തേൻ വർക്ക് ചെയ്തു. സാധാരണ ഒരു പൊള്ളൽ വന്നിട്ട് അത് ഭേദമാകാൻ തുടങ്ങുമ്പോഴേക്കും അതിന് ചുറ്റും മറ്റ് പൊള്ളലുകൾ വന്നിരിക്കും. പക്ഷേ ഈ തേൻ ഉപയോഗിച്ച ശേഷം പുതിയ പൊള്ളലൊന്നും വന്നില്ല, പഴയത് സുഖപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ വഴി അമ്മ മറ്റൊരാളിന് ഇത്രയും വലിയൊരു അനുഗ്രഹം ചെയ്തല്ലോ എന്നോർത്ത് ഇക്കാര്യത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരു സാക്ഷ്യം കൂടെ, എൻ്റെ ചേച്ചിയുടെ മകൻ്റെ ഭാര്യ, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷേ ഡെലിവറിയുടെ ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അവർ ചെക്കപ്പിന് പോയപ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് ആവുകയും സാമാന്യം നല്ല ബ്ലീഡിങ് തന്നെയായി. താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു. അവർ തന്നെ ആംബുലൻസ് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞു. അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ ഫോൺ വിളിച്ചറിയിച്ചു. പെട്ടെന്ന് നമുക്കൊരു മാനുഷികമായ നിസ്സഹായ അവസ്ഥ അനുഭവപ്പെടുമല്ലോ. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു ധൈര്യം വന്നത്, അമ്മ കൂടെ ഉണ്ടല്ലോ, മനുഷ്യരല്ലല്ലോ അവിടെ ചെല്ലേണ്ടത്, അമ്മയല്ലേ. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ എൻ്റെ വയറ്റത്ത് അവളുടെ വയറാണെന്ന് ഞാൻ സങ്കല്പിച്ചുകൊണ്ട് എൻ്റെ വയറ്റത്ത് ഞാൻ എണ്ണ പുരട്ടുകയാണ്. അമ്മ അവിടെ ചെല്ലണം, ആംബുലൻസിൽ കൂടെ ചെല്ലണം. അവരാകെ പതറി വിഷമിച്ച് കരഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ വയറ്റത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കോൾ വന്നു, അവൾ ആംബുലൻസിൽ തന്നെ പ്രസവിച്ചു, യാതൊരു കുഴപ്പവുമില്ല, ഇനി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവർ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് തുടർ ചികിത്സയൊക്കെ ചെയ്തിട്ട് വളരെ നോർമലായിട്ടുള്ള ഒരു എല്ലാം കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ വീട്ടിലും വരാൻ സാധിച്ചു. പിന്നെ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം. ചെറിയ ഒരു കാര്യത്തിനായാലും വലിയ കാര്യത്തിനായാലും ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ആദ്യം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഭർത്താവിനായാലും മക്കൾക്കായാലും മാതാപിതാക്കൾക്ക് ആർക്കായാലും ഉടമ്പടി നേർച്ച വസ്തുക്കളോട് വളരെ ഒരു വിശ്വാസമാണ്. ഞങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു കാര്യം കൂടെ, ഞങ്ങളുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് പോലും അമ്മ ഇപ്പോൾ സംരക്ഷകയാണ്. ഈ ജന്തുക്കളെ ബാധിക്കുന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വൈറസ് ഉണ്ട്, പാർവോ വൈറസ്. ഞങ്ങളുടെ വളർത്തുനായയെ ആ വലിയൊരു വൈറസിൽ നിന്ന് രക്ഷിച്ചതും അമ്മയുടെ തേനാണ്. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും യേശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞാനിവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തപ്പോഴേ അമ്മയോട് പറഞ്ഞിരുന്നു, ഇതെൻ്റെ ആജീവനാന്ത ഉടമ്പടിയാണ്. കാരണം ഞാൻ വിചാരിച്ചത്, ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ എനിക്കറിയില്ലായിരുന്നു, സാധാരണ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും പോകാൻ പറ്റില്ലല്ലോ, അത്തരം ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ ജീവിതത്തെ ക്രമീകരിക്കുന്ന, ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ഉടമ്പടിയിലൂടെ വാഗ്ദാനങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു സംവിധാനമാണ് ഉടമ്പടി എന്ന് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാനിവിടെ നിന്ന് കിട്ടുന്ന പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടു കൊടുക്കുന്നത്. അവിടെ കൊണ്ടുപോയി കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരിൽ എന്തെങ്കിലും ധനസഹായം ആവശ്യമുള്ളവരെ, ആവശ്യത്തിലിരിക്കുന്നവരെ എന്നാൽ കഴിയുന്ന വിധം സഹായിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ ഇവിടെ പറയുന്നത് പോലെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും ഞാനും എൻ്റെ കുടുംബവും പരമാവധി വർക്ക് ചെയ്യുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ അമ്മയുടെ സാക്ഷിയായി, ഉടമ്പടിയുടെ സാക്ഷിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അമ്മയ്ക്കും യേശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.